നമസ്കാരം. നക്ഷത്രദീപം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക കാൽ. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. കർമ്മരംഗത്ത് ഉത്തരവാദിത്വമേറിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടിവരും. അപ്രതീക്ഷിതമായ ചിലവുകൾ സാമ്പത്തിക മേഖലയെ താളം തെറ്റിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന വിജയവും ഉപരിപഠനം സാധ്യമാവുകയും ചെയ്യും. വ്യാപാര മേഖല ശരാശരി നിലവാരത്തിൽ കൊണ്ടുപോകുവാൻ സാധിക്കും. ദേഹാസ്വസ്ഥതകൾ മനപ്രയാസങ്ങൾ സൃഷ്ടിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ധനലാഭം, കുടുംബസുഖം, പ്രശസ്തി എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നേതൃസ്ഥാനലബ്ധി, വിദ്യാഭ്യാസ പുരോഗതി, ദൂരയാത്രകൾ എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തടസ്സങ്ങൾ, അംഗീകാരങ്ങൾ, സന്താനലബ്ധി എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ കലഹങ്ങൾ, ആരോഗ്യപരമായ വിഷമതകൾ, ഗൃഹനിർമ്മാണം, വാഹനലാഭം എന്നിവ ഉണ്ടാകും. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി. അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. വർഷാരംഭത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഗുണഫലം അനുഭവിക്കും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. സംതൃപ്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം ഉണ്ടാകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭം, ഭാഗ്യാനുഭവം, ശ്രേയസ് എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ മനക്ലേശം, അനാവശ്യ ചിലവുകൾ, ആരോഗ്യപ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കർമ്മരംഗത്ത് ഉയർച്ച, ബന്ധുജന സുഖം, പ്രശസ്തി എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ കാർഷിക മേഖലയിൽ നിന്നും ലാഭം, സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണമായ സഹകരണം, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. മിഥുനക്കൂർ, മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. സന്തോഷവും ശ്രേയസ്സും നിറഞ്ഞ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് മാറ്റങ്ങളോ പുതിയ തൊഴിൽ മേഖലകളോ ഉണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടും. ഗൃഹനിർമ്മാണം, പുതിയ വാഹനങ്ങൾ എന്നിവ ഉണ്ടാകും. ലഘുവായ ദേഹാസ്വസ്ഥതകൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കച്ചവടം വിപുലീകരിക്കാൻ സാധിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ബഹുജന സമിതി, പരീക്ഷ വിജയം, കീർത്തി എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ധനധാന്യ സമൃദ്ധി, തൊഴിൽ രംഗത്ത് അനുകൂലമായ സ്ഥലം മാറ്റം, ദേഹരിഷ്ടുകൾ എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കലഹങ്ങൾ, ഇഷ്ടജനവിരഹം, വിഭവപുഷ്ടി എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ തൊഴിലവസരങ്ങൾ, അംഗീകാരങ്ങൾ, കാർഷികാദായം എന്നിവ ഉണ്ടാകും. കർക്കടകക്കൂർ, പുണർദം കാൽ, പൂയം, ആയില്യം. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് മേലധികാരികളുടെ എതിർപ്പുകൾ ഉണ്ടാകും. എങ്കിലും കഠിനാധ്വാനം ചെയ്തു ഉത്തരവാദിത്വമേറിയ ചുമതലകൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാധിക്കും. പഠനരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകും. മത്സരപരീക്ഷകളിൽ അനായാസ വിജയം പ്രതീക്ഷിക്കേണ്ടതില്ല. വിവാഹം, തൊഴിൽ ലബ്ധി എന്നിവ ഉണ്ടാകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കർമ്മപുഷ്ടി, ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ, അപ്രതീക്ഷിതമായ ധനനഷ്ടം, അനാവശ്യ ചിലവുകൾ എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ വിദേശയാത്രകൾ, മനസുഖം, കാർഷികാദായം, പ്രസിദ്ധി എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ദേഹാസ്വസ്ഥതകൾ, വിദ്യാലാഭം, സന്താനശ്രേയസ് എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഉയർന്ന പദവികൾ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, കാർഷിക സമ്പത്ത് എന്നിവ ഉണ്ടാകും. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം കാൽ. കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കും. അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകും. ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭം, ഗൃഹനിർമ്മാണം, പുതിയ വാഹനം എന്നിവ സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് അന്യദേശവാസം, അഭിമുഖങ്ങളിൽ വിജയം എന്നിവ ഉണ്ടാകും. ദേഹാസ്വസ്ഥതകൾ, മനക്ലേശം എന്നിവ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ വിഷമാവസ്ഥകൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം ഫലപ്രദമായി പരിഹരിക്കാൻ സാധിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്താനശ്രേയസ്, അംഗീകാരങ്ങൾ, ഭാഗ്യാനുഭവം എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ശത്രുപീഡ, അന്യദേശവാസം എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇഷ്ടജനക്ലേശം, ഭവനനിർമ്മാണം എന്നിവ ഉണ്ടാകും. ഒക്ടോബർ,
നവംബർ ഡിസംബർ മാസങ്ങളിൽ കുടുംബപുഷ്ടി, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, പുണ്യപ്രവൃത്തികൾ എന്നിവ ഉണ്ടാകും. കന്നിക്കൂർ ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. കർമ്മമേഖലയിൽ സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകും. സാമ്പത്തിക ലാഭവും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം സാധ്യമാകും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കുടുംബജീവിതം ആഹ്ലാദകരം ആയിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പ്രസിദ്ധി, വിദ്യാലാഭം, ലഘുവായ ദേഹാസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ധനലാഭം, പരീക്ഷവിജയം, ബന്ധുജനക്ലേശം എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ സന്താനസൗഭാഗ്യം, സൗഖ്യം, മേലധികാരികളുടെ അപ്രീതി എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ കച്ചവട പുരോഗതി, ദൂരയാത്രകൾ, ഭൂമിലാഭം എന്നിവ ഉണ്ടാകും. തുലാക്കൂർ ചിത്ര രണ്ടാം പകുതി, ചോതി, വിശാഖം മുക്കാൽ. അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച, നേതൃപദവികൾ, കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം എന്നിവ ഉണ്ടാകും. ഗൃഹനവീകരണം, പുതിയ വാഹനങ്ങൾ എന്നിവ ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ, ഉപരിപഠനം എന്നിവ സാധ്യമാകും. കുടുംബജീവിതം ആഹ്ലാദപ്രദം ആയിരിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് പണം മുടക്കാൻ സാധിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ദൂരയാത്രകൾ, കാര്യവിജയം, കർമ്മപുരോഗതി എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ലഘുവായ ദേഹാസ്വസ്ഥതകൾ, പ്രിയജനാനുകൂല്യം, പരീക്ഷവിജയം എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ, കർമ്മരംഗത്ത് സ്ഥലം മാറ്റം, സാഹസികമായ പ്രവൃത്തികൾ എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ കച്ചവടലാഭം, സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ, ശത്രുപീഡ എന്നിവ ഉണ്ടാകും. വൃശ്ചികക്കൂർ വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ, ഉത്തരവാദിത്വമേറിയ ചുമതലകൾ എന്നിവ ഉണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം സാധ്യമാകും. കുടുംബജീവിതത്തിൽ കലഹങ്ങളും സ്വത്തുതർക്കങ്ങളും ഉണ്ടാകും. വ്യവസായം, കൃഷി എന്നിവ ലാഭകരം ആയിരിക്കും. ആരോഗ്യപരമായ വിഷമതകൾ, മനക്ലേശം ഉണ്ടാക്കും. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടം കാൽ. കഠിനാധ്വാനം ചെയ്തു വിജയം കൈവരിക്കും. പ്രതിസന്ധിഘട്ടങ്ങളെ കൗശലപൂർവ്വം തരണം ചെയ്യും. നിലനിന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കർമ്മരംഗത്ത് ഉയർച്ച, അംഗീകാരങ്ങൾ എന്നിവ ഉണ്ടാകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കർമ്മപുഷ്ടി, സാമ്പത്തിക ലാഭം, നേതൃപദവികൾ എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ പുണ്യപ്രവൃത്തികൾ, വിദേശവാസം, ആഘോഷങ്ങൾ എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ മനക്ലേശം, സന്താന സൗഭാഗ്യം, ദേഹാസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ അന്നത്യം, കുടുംബശ്രേയസ്, ആഗ്രഹ സഫലീകരണം എന്നിവ ഉണ്ടാകും. മകരക്കൂർ ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഉത്തരവാദിത്വബോധത്തോടും ആത്മാർത്ഥതയോടും പ്രവർത്തിക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മാറ്റമില്ലാതെ തുടരും. കലാകാരന്മാർക്ക് അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും. ആരോഗ്യരംഗത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. തൊഴിലാന്വേഷകർക്ക് അവസരങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കച്ചവട ലാഭം, മനോവ്യാകുലതകൾ, മത്സരവിജയം എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ പദവികൾ, ഭാഗ്യാനുഭവം, കാർഷികാദായം എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ സാമ്പത്തിക പുരോഗതി, ലഘുവായ ദേഹാസ്വസ്ഥതകൾ, ആഗ്രഹ സഫലീകരണം എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ സന്താന സൗഭാഗ്യം, പുണ്യപ്രവൃത്തികൾ, പ്രശസ്തി, ബഹുജന സമിതി എന്നിവ ഉണ്ടാകും. കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷം ആണ്. എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ശ്രദ്ധ അത്യാവശ്യമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണ മനോഭാവം ഉണ്ടാകും. വിവാഹം, സന്തോഷപൂർണമായ കുടുംബജീവിതം എന്നിവ ഉണ്ടാകും. വ്യാപാരം, കൃഷി എന്നിവയിൽ നിന്നും ലാഭം ഉണ്ടാകും. ആരോഗ്യപരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ അത്യാവശ്യമാണ്. ജനുവരി,
ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ശത്രുപീഡ, കച്ചവടലാഭം, ദേഹാസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ബന്ധുജനക്ലേശം, കർമ്മപുഷ്ടി, അപ്രതീക്ഷിതമായ ചിലവുകൾ എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമി ലാഭം, വിദ്യാഗുണം, ഐശ്വര്യം എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വസ്ത്രാഭരണാദി ലാഭം, വിദേശയാത്രകൾ, സാഹസികമായ പ്രവൃത്തികൾ എന്നിവ ഉണ്ടാകും. മീനക്കൂർ, പൂരുരുട്ടാതിക്കാൽ, ഉത്രട്ടാതി, രേവതി. വിപരീതാവസ്ഥകളെ ധൈര്യപൂർവ്വം നേരിട്ടു വിജയം കൈവരിക്കാൻ സാധിക്കും. കലഹങ്ങളിലും വാദപ്രതിവാദങ്ങളും ഇടപെടുന്നത് ഒഴിവാക്കണം. അഭിമാനവും കീർത്തിയും പ്രസിദ്ധിയും അനുഭവിക്കും. ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും. അടുത്ത സുഹൃത്തുക്കളുമായി പിണങ്ങാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം ഉണ്ടാകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ തീർത്ഥാടനം, ധനധാന്യ സമൃദ്ധി, അന്നത്യം എന്നിവ ഉണ്ടാകും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ കുടുംബപുഷ്ടി, സന്താന സൗഭാഗ്യം, മംഗളകർമ്മങ്ങളുടെ നേതൃസ്ഥാനം എന്നിവ ഉണ്ടാകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ആഗ്രഹസഫലീകരണം, വിവാഹം, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ എന്നിവ ഉണ്ടാകും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ സ്വജനാനുകൂല്യം, ഗൃഹനിർമ്മാണം, വിദ്യാലാഭം, മനസ്സുഖം എന്നിവ ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി. നമസ്കാരം. ശുഭദിനം.